മഹേഷ്, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? സാജിദ്, ഞാൻ ചോദിക്കായിരുന്നു, അതായത് ഈ ഒരു വാർത്ത ഇപ്പോൾ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് ഏത് തരത്തിൽ ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാക്കും? പ്രത്യേകിച്ച് രാഹുലിനാണെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലാത്തൊരു സാഹചര്യം. നേരത്തെ രാഹുൽ ഒളിവിൽ പോയതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത് കൃത്യമായി പഴുതടച്ച് കൊണ്ടുവന്ന് അദ്ദേഹത്തെ റിമാൻഡിലാക്കുക, ജയിലിലാക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്ര അതീവ രഹസ്യമായ ഒരു നീക്കവും. രാഹുലിന്റെ വഴി ഇനി ജയിലിലേക്ക് തന്നെയാകും അല്ലേ? തീർച്ചയായും സ്ത്രീ പീഡന കേസിൽ ഒരു അതീവ ഗൗരവമായ ഒരു പരാതിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ വഴി ഇന്ന് ജയിലിലേക്കായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അത് അറസ്റ്റ് ഈ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നതിൽ സംശയമില്ല. ഇന്ന് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. പക്ഷേ ഈ മജിസ്ട്രേറ്റിന് വീട്ടിൽ ഹാജരാക്കുന്നതിന് ഈ തടസ്സങ്ങളൊന്നുമില്ല. ഈ നിലവിലെ പരാതിയും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ െതിരെ ഈ മറ്റ് പരാതികളും ഉള്ള സാഹചര്യത്തിൽ അങ്ങനെ ഉള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. അതിനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഈ പുലർച്ചെ ആണ്, അതായത് അർദ്ധരാത്രി 12 കൂടിയാണ് ഈ പോലീസ് സംഘം ഇങ്ങോട്ട് എത്തുന്നത്. പോലീസ് സംഘം ഈ KPM ഹോട്ടലിന്റെ റിസപ്ഷനിലുള്ള ഈ ജീവനക്കാരുടെ അടുത്ത് വന്ന് തങ്ങൾ പോലീസാണെന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നതാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഫോണുകൾ ലഭ്യമാക്കണം എന്നാണ് ഈ ജീവനക്കാരോട് പറഞ്ഞത്. അതായത് ഒരു തരത്തിലും ഈ ദൃശ്യങ്ങൾ പുറത്ത് പോകാതിരിക്കാനാണ് പോലീസ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്കോ മറ്റാർക്കോ കൊടുക്കരുത് എന്ന കർശന നിർദ്ദേശം വെക്കുകയും ചെയ്തു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന മുറിയിലേക്ക് പോവുകയും കതക് തട്ടി വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് ഇറങ്ങിയതോടുകൂടി ഈ ഫോൺ ആദ്യം ആവശ്യപ്പെടുന്നു. പിന്നീട് ഇത്തരം ഒരു പുതിയ പരാതി കൂടി ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കസ്റ്റഡി എടുക്കുകയാണെന്ന് അറിയിക്കുകയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ഈ യുവതിയുടെ പരാതിയാണ്. അതുകൊണ്ട് പത്തനംതിട്ടയിലേക്കായിരിക്കാം രാഹുലിനെ കൊണ്ടുപോകുക എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. അത് അത്തരം ഈ വിവരങ്ങൾ ലഭിക്കുന്നു. അത് ഈ അവിടെ നിന്നുകൂടി പത്തനംതിട്ട നിന്നുകൂടി അത്തരം വിവരങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ 12 കസ്റ്റഡി എടുത്ത് നേരെ തൃശ്ശൂർ ഭാഗത്തേക്കാണ് ഈ അന്വേഷണ സംഘം പോയിരിക്കുന്നത്. അത് ഈ പുതിയ പരാതിയാണ്. നമുക്കറിയാം, നേരത്തെ പരാതി വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി ഈ 3 ആഴ്ചയോളം ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നേരെ തെരഞ്ഞെടുപ്പിനാണ് അദ്ദേഹം വരുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം ഈ വൈകുന്നേരം 4:30 അദ്ദേഹം പാലക്കാട് നഗരത്തിൽ വന്നിറങ്ങുന്നു. അങ്ങനെ ഈ ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പുതിയ പരാതി വന്ന പശ്ചാത്തലത്തിൽ ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ പരാതിയെക്കുറിച്ച് ഒരു വിവരങ്ങളും പുറത്ത് അറിയിക്കാതെ ഉള്ള നീക്കങ്ങളാണ് പോലീസ് സംഘം ചെയ്തത്. അതും രാത്രിയിൽ എത്തി ആ MLA കസ്റ്റഡിയിൽ എടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്തു. ഇനി തുടർ നടപടികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഇന്ന് കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കാനുള്ള ഒരു സാധ്യത. എന്തായാലും ആ നടപടിക്രമങ്ങൾ ഇന്ന് വൈകുന്നേരത്തിന് മുൻപേ തന്നെ പോലീസ് പൂർത്തിയാക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലേക്ക് ആണോ കൊണ്ടുപോയത്, തിരുവനന്തപുരത്തേക്കാണോ എന്നാണ് സ്ഥിരീകരിക്കേണ്ടത്. നമുക്ക് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പത്തനംതിട്ടയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. മഹേഷ്, സാധ്യത ഇപ്പോൾ ഒരു 12:30-1 മണിക്ക് കസ്റ്റഡിയിലെടുത്താൽ സ്വാഭാവികമായും തിരുവനന്തപുരത്തേക്കാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവിടെ എത്താനുള്ള സമയമായിട്ടുണ്ടാവും പോലീസ് വാഹനം. അതല്ല പത്തനംതിട്ടയിലാണെങ്കിൽ അവിടെ എത്താനുള്ള സാധ്യത ഉണ്ടാകും. അതല്ല മറ്റെവിടെയെങ്കിലും ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്ത് ഈ പരാതിയുടെ എന്താണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമാണോ എന്നുള്ള ചോദ്യം ചെയ്യലും പ്രാഥമികമായി നടന്നിട്ടുണ്ടാകാം. ഒരു രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം രാഹുലും എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമല്ല അല്ലെ? ഒപ്പം തന്നെ ഈ പരാതി നമുക്കറിയാം, രാഹുലിനെതിരെ ഓരോ പരാതികൾ വരുമ്പോഴും അത് കൃത്യമായി നിഷേധിക്കുകയും അതിനെതിരെ രംഗത്ത് വരികയും രാഹുലിനൊപ്പമുള്ളവരും രാഹുലിന്റെ സൈബർ സംഘവും എന്നൊക്കെ പറയാവുന്ന ടീം നമ്മൾ കാണുന്നതാണ്. പക്ഷെ അവർക്കൊന്നും ഒരു സാധ്യത പോലീസ് കൊടുത്തില്ല. ഒരു കടുകുമണി വ്യത്യാസമില്ലാത്തൊരു നീക്കം എന്നൊക്കെ പറയാം. ഒരു പരാതി ലഭിക്കുന്നു, അത് എവിടെയും അറിയാതെ രഹസ്യമാക്കി വെക്കുന്നു. രാഹുൽ പോലും അറിയാതെ അത് രഹസ്യമാക്കി വെച്ച് നേരെ ചെന്ന് കസ്റ്റഡിയിലെടുക്കുന്നു അല്ലേ?
തീർച്ചയായും ഇതിൽ ഇനി രാഹുൽ ഇപ്പോഴെവിടെ എന്ന കാര്യത്തിലാണ് നമുക്ക് അറിയേണ്ടത്. അതിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 12:30-ക്കാണ് ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായും പത്തനംതിട്ടയ്ക്കാണെങ്കിലും ഈ തിരുവനന്തപുരത്തേക്കാണെങ്കിലും ഏതാണ്ട് എത്താൻ സമയമാകുന്നതേ ഉള്ളൂ. അതോ ഇല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നു എന്നുള്ള വിവരം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷെ അവിടെയുള്ള ഏതെങ്കിലും ക്യാമ്പിൽ താമസിച്ച് രാവിലെ യാത്ര നടത്താമെന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിലും വ്യക്തതയില്ല. അതിനേക്കാൾ സാധ്യത ഈ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ്. കാരണം വലിയ വിവാദമായ ഒരു കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്. അപ്പോൾ പരമാവധി തങ്ങളുടെ ഈ ജോലി മറ്റ് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് ചെയ്യാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുക. അതുകൊണ്ട് ഒരുപക്ഷെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിട്ടുണ്ടാവാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. പിന്നീട് ഈ കേസിനെ സംബന്ധിച്ച് അതീവ രഹസ്യമായാണ് ഈ കാര്യങ്ങൾ നീക്കിയത്. അതിൽ ആദ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വിവാദങ്ങൾ വന്ന സമയത്ത് രാഹുൽ ഈ പാലക്കാട് നിന്ന് മാറി നിന്ന് ഈ 3 ആഴ്ച കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വരുന്നു. പിന്നീട് പരാതി വന്ന, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി എത്തുന്നു എന്ന് അറിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടി പഞ്ചായത്തിലായിരുന്നു. അവിടെ നിന്ന് ഈ രാഹുൽ ഒറ്റ മുങ്ങലാണ്. പിന്നീട് രാഹുലിനെ കാണുന്നത് ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ദിവസം, അതായത് ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി വൈകുന്നേരം 4:30-ക്കാണ്. അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ കേസ് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഒളിവിൽ പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഈ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന 2 കേസിലും ഈ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ കാത്തിരിക്കുകയും പിന്നീട് ഈ അതിൽ കഴിഞ്ഞ ദിവസമാണ്, അതായത് ഈ 7-ാം തീയതിയാണ് ഹൈക്കോടതി ഈ നോട്ട് ടു അറസ്റ്റ് എന്നുള്ളത് 21-ാം തീയതി വരെ നീക്കിയത്. അതായത് 21-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ നേരത്തെയുള്ള കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല പോലീസിന് എന്നുള്ളത് ഈ കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും പുതിയ കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ഈ വാങ്ങാൻ പോകാനുള്ള സമയം നൽകിയില്ല. രാഹുൽ ഒളിവിൽ പോകുക എന്നുള്ളത് പൂർണ്ണമായി തടഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സമാനമായ കേസുകളുണ്ട്. ഈ കേസും ഗൗരവമുള്ള കേസുകളാണ്. അതുകൊണ്ട് ഈ ജയിലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നു. അങ്ങനെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.